ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ വചനം ശ്രവിക്കുന്ന എല്ലാവർക്കും മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നും നമുക്കൊരു ഭാഗം വായിച്ചു കേൾക്കാം. 18-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. ഓ ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷാശില, അഭയകേന്ദ്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുറപ്പുള്ള പാറ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വീണു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ നിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മറ്റെവിടേക്കും തിരിയാതെ, മനുഷ്യരിലേക്കും ലോകത്തിലേക്കും ഞങ്ങളുടെ ദൃഷ്ടികൾ ഉയർത്താതെ നിന്നിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി നിന്നിൽ ശക്തിപ്പെടുന്ന മനുഷ്യരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. വചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കാരണം അവിടുന്ന് അവരുടെ കരം പിടിച്ചിട്ടുണ്ട്. ദൈവമേ, ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ നയിക്കണമേ. നിൻ്റെ സന്തോഷവും സമാധാനവും നിൻ്റെ പരിശുദ്ധാത്മ അഭിഷേകവും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും പകർന്നു നൽകണമേ. ഈ സമയം ഈ വചനം ശ്രവിക്കുന്ന, അങ്ങയുടെ സ്വരത്തിന് കാതോർക്കുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ സമയത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകം ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളിലേക്കും കടന്നു ചെല്ലട്ടെ. ദൈവമേ, ലോകം മുഴുവൻ സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ദുഃഖിക്കുന്ന, വലിയ പാപങ്ങളിൽ കഴിയുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു. അവരിലേക്കെല്ലാം അങ്ങയുടെ വചനത്തിൻ്റെ ആശ്വാസവും സന്തോഷവും സമാധാനവും ഒഴുകിയെത്തട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നിന്നും ഒരു വചനഭാഗം വായിച്ചു കേൾക്കാം. 12-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ്. നമ്മൾ എവിടെയാണ് നമ്മുടെ ആശ്രയം കണ്ടെത്തുന്നത് എന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത. ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ദൃഷ്ടികൾ ഉയർത്തുന്നത് ഈ ലോകം നൽകുന്ന സുരക്ഷിതത്വത്തിലേക്കും ഈ ലോകം നൽകുന്ന വച്ചു നീട്ടുന്ന സൗഭാഗ്യങ്ങളിലേക്കുമാണെങ്കിൽ എപ്രകാരം നമ്മളുടെ ജീവിതം അധപതിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ വചനഭാഗം തരിക. ഒരുപാട് തവണ നമുക്ക് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണല്ലോ ഇത്. ഒരു ധനികനായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തം. ആ മനുഷ്യന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം ആ സമ്പത്ത് കൈവരുന്നതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതാ ഇപ്പോഴാ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് അദ്ദേഹം ദൈവത്തെ മറന്നുപോയി എന്നുള്ളതാണ്. നമുക്കറിയാം, സമ്പത്ത് ഒരിക്കലും പാപമല്ല, സമ്പത്ത് തിന്മയല്ല, മറിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ദൈവിക കൃപയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഭൗതികമായ സൗഭാഗ്യങ്ങളും. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വേദനാജനകമായ ഒരു കാര്യം, ഇദ്ദേഹത്തിന് സമ്പത്ത് കൈവരുമ്പോൾ, സൗഭാഗ്യങ്ങൾ കൈവരുമ്പോൾ ആ മനുഷ്യൻ ജീവിതത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാത്ത ഒരു വ്യക്തിയായി തീരുന്നു. ദൈവത്തെ മറന്നുപോകുന്ന ഒരു മനുഷ്യനായി മാറുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കും. ഈ ലോകത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്, കാരണം പിതാവിൻ്റെ സ്നേഹം അവയിൽ നിലനിൽക്കുന്നില്ല. ദൈവസ്നേഹം മറന്ന്, നമ്മുടെ അരികിലുള്ള ദൈവത്തെ മറന്ന് ഈ ലോകത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം താഴേക്ക് പതിക്കാൻ തുടങ്ങുമെന്നുകൂടി വചനം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകൾ ആത്മീയമായ കാര്യങ്ങളിലേക്ക് വേണം ആദ്യമായിട്ട് തിരിയാൻ. നമ്മുടെ ഹൃദയം ആത്മീയമായ കാര്യങ്ങൾ കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് വേണം ആദ്യമായിട്ട് നിറയാൻ. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര നാം എല്ലാം വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. അവിടെ ആ ജനത ഒരു പ്രത്യേക ജനതയാണ്. എത്രയൊക്കെ ദൈവകരങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടും, എങ്ങനെയൊക്കെ തമ്പുരാൻ അവരെ അനുഗ്രഹിച്ചിട്ടും അതൊന്നും മതിവരാത്ത ഒരു ജനത. ഇതൊന്നും പോരാ എന്നുള്ള ചിന്തയാണ് അവർക്ക് ജീവിതത്തിൽ ഉടനീളം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയം മുഴുവൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിലാണ് ഈ ജനത്തിന് ദൈവം മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഈ ജനം പറയുകയാണ്, ഞങ്ങളിവിടെ വിശന്നു മരിക്കും. ദാഹിച്ചും വിശന്നും മരിക്കാനാണോ ഞങ്ങളെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിപ്പിക്കുന്നത് എന്നതാണ് ഈ ജനത്തിന് മോശയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. ദൈവത്തിനു മുൻപിൽ പരാതി പറയുന്ന ഒരു ജനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. പ്രിയമുള്ളവരെ, തമ്പുരാൻ ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞിട്ടും, ഇവരിങ്ങനെയൊക്കെ പരിഭവിച്ചിട്ടും അവരെ ഉപേക്ഷിക്കുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. അവർ ചോദിച്ചപ്പോൾ വിശപ്പകറ്റാൻ വേണ്ടി അവർക്ക് മന്നയും കാടപ്പക്ഷിയും നൽകുകയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ ജനം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇതാ മഞ്ഞു വീണതുപോലെ മന്ന കാണപ്പെട്ടു. ദൈവം പറഞ്ഞിട്ടുണ്ട്, വേണ്ടത് നിങ്ങൾ ശേഖരിക്കണം, ഓരോ ദിവസത്തിനും വേണ്ടതായിരിക്കണം നിങ്ങൾ ശേഖരിക്കുന്നത്, കൂടുതൽ ആരും ശേഖരിക്കരുത്. ദൈവിക കൽപ്പന അതായിരുന്നു. കൂടാതെ എല്ലാ സായാഹ്നത്തിലും അവർക്ക് കാടപ്പക്ഷി, മതിവരുവോളം കാടപ്പക്ഷി ലഭിക്കും. അതായത് ഒരു ദിവസം അവർ എത്ര ദൂരം യാത്ര ചെയ്യുമോ അത്രയും വ്യാസാർത്ഥത്തിൽ അവരുടെ കൂടാരങ്ങൾക്ക് ചുറ്റും കാടപ്പക്ഷി വീണ് കിടന്നു എന്നാണ് വചനം പറയുക. ഇങ്ങനെ തമ്പുരാൻ അവരെ പരിപാലിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ദൈവം ഒപ്പം നടന്നിട്ടും ആ ജനത്തിന് പരാതിപ്പെടാനേ അവരുടെ ജീവിതത്തിൽ നേരമുള്ളൂ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 22-ാം തിരുവചനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വചനം ഇങ്ങനെ പറയുന്നു, പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. പ്രിയമുള്ളവരെ, ഒരു നിമിഷം പോലും മാറാതെ ദൈവം എങ്ങനെ തൻ്റെ ജനത്തെ കാത്തുപരിപാലിക്കുന്നു എന്നാണ് പുറപ്പാട് പുസ്തകം പറയുക. പക്ഷേ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ജനത്തിന്
ദൈവം കാടപ്പക്ഷി നൽകും. അതായത് ഞങ്ങൾ വിശന്ന് മരിക്കും എന്ന് പറഞ്ഞ് കരയുന്ന ജനത്തിന് ദൈവപരിപാലനയെ മറക്കുന്ന ജനത്തിന് തമ്പുരാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ആ അധ്യായം 11-ാമത്തെ അധ്യായം നമ്മോട് പറയുക. കാടപ്പക്ഷിയെ ദൈവം കൊടുക്കും, അവരത് ഭക്ഷിക്കും. പക്ഷേ അവിടെ എന്തു സംഭവിച്ചു എന്ന് വചനം പറയുന്നു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചു കൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത്-ഹത്താവ എന്ന് പേരിട്ടു. വചനം പറയുന്നു, കിബ്രോത്ത്-ഹത്താവ എന്ന വാക്കിൻ്റെ അർത്ഥം അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴി എന്നാണ്. ഒരു ജനം ചിന്തിച്ചു, ലഭിച്ചത് പോരാ, തങ്ങൾക്കിനിയും വേണം, ഇനിയും വേണം എന്ന് പറയുന്ന ഒരു ജനം അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴികളിൽ അടക്കപ്പെട്ടു, സംസ്കരിക്കപ്പെട്ടു എന്നാണ് വചനം പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, കൂടുതൽ നിങ്ങൾ ശേഖരിക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതേ നിങ്ങൾ സമ്പാദിക്കാവൂ എന്ന് ഈ ജനത്തോട് ദൈവം പറഞ്ഞതാണ്, അവരെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷേ അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. ഹെബ്രായ ലേഖനം 13:5 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഉള്ളതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുവിൻ, അവൻ നിങ്ങളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ അത്യാഗ്രഹത്തിൽ അവസാനിക്കുന്നത് കാണുവാൻ കഴിയും. അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴികളിൽ നമ്മുടെ ജീവിതം സംസ്കരിക്കപ്പെടുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. പണത്തിന് പിന്നാലെ പോയാൽ, ഈ ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ പോയാൽ അവിടെ സംഭവിക്കുക മറ്റൊന്നുമല്ല, അത് ദുരന്തമായിട്ട് തീരും. റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ ആത്മീയ അഭിലാഷങ്ങളാകട്ടെ ജീവനിലേക്കും സമാധാനത്തിലേക്കും. നമ്മൾ ദൈവം എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ലഭിക്കുക ജീവനും സമാധാനവുമാണ്, ജീവിതത്തിൽ സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. മറിച്ച് ജഡികാഭിലാഷങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ, ഈ ലോകത്തിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മുടെ ദൃഷ്ടികൾ നമ്മൾ ഉയർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, അത് വലിയ നഷ്ടങ്ങളിലായിരിക്കും അവസാനിക്കുക. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയല്ലേ ചരിത്രം പറയുക? ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി. ഒരു രാജ്യം കീഴടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത മറ്റൊരു രാജ്യത്തെക്കുറിച്ചായിരിക്കും, ഇനിയും തനിക്ക് കീഴ്പ്പെടാനുള്ള ഒരു രാജ്യത്തെക്കുറിച്ച്. അങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കീഴടക്കിയ മഹാനായ ഒരു ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ ആ മരണസമയത്ത് അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഡോക്ടർ തന്നെ, അദ്ദേഹത്തെ ചികിത്സിച്ചതാരോ അദ്ദേഹം തന്നെ വേണം ഈ മനുഷ്യൻ്റെ മൃതദേഹം ശവക്കുഴിയിലേക്ക് വഹിക്കാൻ. ഒപ്പം രണ്ടാമത് ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഈ ശവകുടീരത്തിലേക്ക് പോകുന്ന വഴിയിലുടനീളം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വിതറിയിടണം, പൊന്നും പണവും എല്ലാം ആ വഴിയിൽ വിതറിയിടണം. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൈകൾ ശവമഞ്ചത്തിന് പുറത്തേക്കിടണം. പ്രിയമുള്ളവരെ, ഇത്രയേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. അടുത്ത് നിന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പടയാളി ചോദിച്ചു, പ്രഭോ, അങ്ങ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്? ഞങ്ങളോട് പറയാമോ? ഉടനെ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുക, ഞാൻ എൻ്റെ ഡോക്ടർ തന്നെ വേണം എൻ്റെ ശരീരം വഹിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അത് പറയാൻ കാരണം, ഒരു ഡോക്ടർക്കും ഒരു മനുഷ്യനും മരണസമയത്ത് മരണകരമായ ഒരു അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയണം എല്ലാവരും. അവിടെ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ദൈവമാണെന്ന് ഈ ലോകം തിരിച്ചറിയണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, പൊന്നും പണവുമെല്ലാം കടന്നു പോകുന്ന വഴിയിലിടണം. കാരണം ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചത് മുഴുവൻ ഈ ഭൗതികമായ സുരക്ഷിതത്വം നേടാനായിരുന്നു, ഭൗതികമായ വസ്തുക്കൾക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ അതൊന്നും എനിക്ക് ഉപകരിക്കുന്നില്ല, അത് ഈ ലോകം തിരിച്ചറിയണം. മൂന്നാമത്, എൻ്റെ കൈകൾ ശവമഞ്ചത്തിന് പുറത്തേക്കിടാൻ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം,
എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, രാജ്യം കീഴടക്കാൻ, രാജ്യങ്ങളും ലോകവും കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു രാജാവിനെക്കുറിച്ചാണ് ഇങ്ങനെ ചരിത്രം പറയുക. കയ്യിൽ ഒന്നുമില്ലാതെ ആ മനുഷ്യൻ മടങ്ങിപ്പോവുകയാണ്. മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകി. നമ്മൾ വായിച്ച ലൂക്കാ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിലെ വചനം അതല്ലേ നമ്മളോട് പറയുക. ആ മനുഷ്യൻ ഒരുപാട് സമ്പാദിച്ചിട്ട് പറഞ്ഞു, ആത്മാവേ, ഒരുപാട് വർഷത്തേക്ക് വേണ്ടത് സംഭരിക്കപ്പെട്ടിട്ടുണ്ട്, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ദൈവം പറഞ്ഞു, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും. നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഒരു മറുപടിയും ആ വ്യക്തിക്ക് പറയാനുണ്ടായില്ല. ഒന്നും അദ്ദേഹം പറഞ്ഞു എന്ന് തിരുവചനം പറയുന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പത്തിനും പണത്തിനും പിന്നാലെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞേക്കാം, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും. അപ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താകും? നീ ഈ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? നമുക്ക് ഉത്തരവുണ്ടാകോ എന്ന് ചിന്തിക്കണം. ലൂക്കാ സുവിശേഷത്തിൻ്റെ തന്നെ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ആ ഉപമ. തൊട്ടുമുറ്റത്താണ്, തൊട്ടരികിലാണ് ലാസർ കിടന്നിരുന്നത്. അത്രമാത്രം വേദനകളിൽ അനുഭവിച്ച ഒരു വ്യക്തി. വ്രണങ്ങളിൽ വന്ന് നായകൾ നക്കിയിരുന്നു എന്നാണ് പറയുക. രോഗത്തിൻ്റെ ഒരുപാട് ഇല്ലായ്മകളുടെ ദുരിതം പേറിയ ഒരു വ്യക്തി. പക്ഷേ ധനവാനെക്കുറിച്ച് വചനം പറയുന്നു, അവൻ പട്ടും ചുമന്ന വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചിരുന്നു. ഒരുപാട് ആഡംബരപൂർണമായ ഒരു ജീവിതം നയിച്ചു. പ്രിയമുള്ളവരെ, ഇത്ര അരികിൽ കിടന്ന ഒരു മനുഷ്യനെ ആ ധനവാൻ കാണാതെ പോയി. കാരണം സമ്പത്ത് ആ മനുഷ്യൻ്റെ കണ്ണുകളെ മറച്ചു. സമ്പത്ത് ആ മനുഷ്യനെ തന്നിലേക്ക് തന്നെ ഒതുക്കി. നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുക. പണമാണ് വലുത് എന്ന് ചിന്തിച്ചാൽ, നമ്മൾ ഈ ലോകം തരുന്ന സൗഭാഗ്യങ്ങളാണ് വലുത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. തമ്പുരാൻ നൽകാൻ നമുക്കായി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒന്നൊഴിയാതെ നഷ്ടപ്പെടും. അവസാനം കരങ്ങളിലൊന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതം ഇസ്രായേൽ ജനത്തിൻ്റേതുപോലെ അത്യാഗ്രഹത്തിൻ്റെ ശവക്കുഴികളിൽ അവസാനിക്കുവാൻ ഇടവരും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ അത്യാഗ്രഹം എന്നുള്ള വാക്ക് അത് ഒന്ന് വേർതിരിച്ചെഴുതുകയാണെങ്കിൽ അതിയായ ആഗ്രഹം എന്നാണല്ലോ. ഈ അതിയായ ആഗ്രഹം നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ആകരുത്, അത് തമ്പുരാനെ നേടാൻ വേണ്ടിയാകണം. എനിക്ക് ദൈവത്തെ വേണം, ദൈവിക സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പോരാ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുവേണ്ടിയുള്ള അതിയായ ആഗ്രഹം, വലിയ കൊതി നമുക്കുണ്ടാകണം. നമ്മളൊക്കെ മൂലപാപങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. കൊതി അതിലൊരു പാപമായിട്ടാണ് പറയുക. പക്ഷേ ദൈവത്തിനു വേണ്ടിയാണ് ആ കൊതിയെങ്കിൽ അതൊരിക്കലും പാപമാകുന്നില്ല. നമ്മുടെ ജീവിതം ഒരു കുഴികളിലും അവസാനിക്കില്ല. മറിച്ച് തമ്പുരാൻ നമ്മെ എടുത്തുയർത്തുന്ന അനുഭവങ്ങളുണ്ടാകും. അരികിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ണു തുറന്ന് കാണാൻ നമുക്ക് പറ്റും. ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. കുറച്ച് നാളുകൾക്ക് മുൻപാണ് മുംബൈയിലുള്ള ഒരു മനുഷ്യൻ 1.5 കോടിയോളം വില വരുന്ന സ്വർണ്ണക്കുപ്പായം തയ്പ്പിച്ച് ധരിച്ചത്. ഗിന്നസ് റെക്കോർഡിൽ ഇടം കിട്ടി. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ മനസ്സിൽ ആ വ്യക്തിക്ക് ഇടം ലഭിച്ചോ? പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യമായിട്ടിതാണ്. എനിക്ക് തമ്പുരാൻ്റെ ഹൃദയത്തിൽ, തമ്പുരാൻ്റെ മനസ്സിൽ ഒരു ഇടമുണ്ടോ? ഞാനീ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് നയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ, ആത്മാവിനെ തിരികെ ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഉത്തരമില്ലാതെ തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അത് നമുക്കും ഉണ്ടാകും. ഈ ജീവിതത്തിൽ നേടിയതൊന്നും വിലപ്പെട്ടതല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം ഞാൻ നിസ്സാരമായി കരുതുന്നു, അവയെ ഞാൻ അവഗണിക്കുന്നു, ഉച്ഛിഷ്ടം പോലെ കാണുന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും. ദൈവമാണ് വലുത് എന്ന് തിരിച്ചറിയുന്ന, ദൈവമാണ് വിലപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് ഈ ലോകത്തിലുള്ള സമ്പത്തോ പണമോ മറ്റു നേട്ടങ്ങളോ ഒന്നും വലുതായിരിക്കുകയില്ല. അവർ അതിൻ്റെ പിന്നാലെ പോകാതെ തമ്പുരാനെക്കുറിച്ച് മാത്രം ധ്യാനിച്ച് ചിന്തിച്ച് ജീവിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്യാഗ്രഹികളാകാതെ, ഈ ലോകത്തിനു വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വ്യക്തികളാകാതെ, തമ്പുരാന് വേണ്ടി കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാം. അങ്ങനെയുള്ള ആത്മീയ അഭിലാഷങ്ങൾ ഉറപ്പായും നമുക്ക്
ജീവനും സമാധാനവും സന്തോഷവും നൽകുന്നവയായിരിക്കും. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നമ്മെ നയിക്കും. ആ ജനത്തിൻ്റെ ഒപ്പം തമ്പുരാനുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശിരസിൽ നിന്നും കൊഴിയുന്ന ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ ദൈവപരിപാലനയാണ്! തമ്പുരാൻ നമ്മുടെ മുടിയിഴ കൊഴിയുന്നത് പോലും ശ്രദ്ധിക്കുന്നുണ്ട്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെയല്ലേ പറയുക, നിങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം തമ്പുരാനെ ഏൽപ്പിക്കുക, കാരണം അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തമ്പുരാൻ നമ്മെ പരിപാലിക്കും. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ നമുക്ക് നൽകാം. അങ്ങനെ ദൈവത്തിനു വേണ്ടി കൊതിക്കുന്ന, ദൈവത്തിനു വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം ശ്രവിക്കുന്ന സകലർക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും കൃപയും ലഭിക്കട്ടെ. ആമേൻ.